ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വേറെ ടൈപ്പ് ഒരു ബിരിയാണി ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, അതിനുശേഷം കറിവേപ്പില, പിന്നെ ഗ്രാമ്പൂ, പട്ട, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കി നല്ലപോലെ ഇളക്കിയിട്ട് അതിലോട്ട് സവാള ഇട്ട് കൊടുക്കുക. സവാള നല്ലപോലെ ഇട്ടിട്ട് അതൊരു നല്ലപോലെ ഇളക്കണം. എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് അതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കണം. സോൾട്ട് ഇട്ട് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആവുന്നവരെ മിക്സ് ചെയ്യണം. അപ്പം തന്നെ ചെറിയ മണമൊക്കെ വരും. എന്നിട്ട് അതൊരു കുറച്ച് നേരം മൂടി വെച്ചിട്ട് എടുത്ത് ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിലോട്ട് ബിരിയാണിക്കൊക്കെ പറ്റിയ ആ ഒരു ടൈപ്പ് ചിക്കൻ ഇട്ട് കൊടുക്കുക. നല്ലപോലെ അരിഞ്ഞ് നല്ല ചിക്കൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് പെപ്പർ ഇട്ട് കൊടുക്കണം. നല്ല കുറച്ച് പെപ്പറൊക്കെ ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഈ ഗരം മസാല, മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും മസാലയൊക്കെ ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇത്രയും പൊടികളിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതൊന്ന് നല്ല മിക്സ് ചെയ്യുമ്പോൾ തന്നെ ചെറിയ മണമൊക്കെ വരും. എന്നിട്ട് നമുക്ക് അതിലോട്ട് മല്ലിയില കുഞ്ഞു ഇതായിട്ട് അരിഞ്ഞിട്ട് അതിട്ട് നല്ലപോലെ ഇളക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വരും. എന്നിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ വേവിക്കാൻ വയ്ക്കുക. എന്നിട്ടത് വാഴയില വെച്ച് അടച്ച്, എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ എന്തെങ്കിലും അടപ്പ് വെച്ച് അടച്ചിട്ട് അത് കുറച്ച് നേരം വെച്ചേക്കാം. അപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരും. എനിക്കൊന്ന് കൊത്തിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മാമൻ ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം റൈസിനായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് ആക്കുമ്പോഴത്തേക്കും നമുക്ക് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ബിരിയാണി റൈസ്, ഒരു ബസ്മതി റൈസാണ് നല്ലത്. അതിട്ട് കൊടുക്കുക. അത് കുറേ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറേ റൈസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിനെ നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ റൈസും ചിക്കനും കൂടെ ഒരുമിച്ച് വരെ ഇത് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും അപ്പു അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പുവിന് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പുവിന് നല്ല ഇഷ്ടപ്പെട്ടു. എന്നിട്ട് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുക. കാഷ്യൂവും ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക അതിലോട്ട്, നമുക്ക് ബിരിയാണി ഇട്ട് കൊടുക്കും പോലെ. എന്നിട്ട് കുറച്ച് കുഞ്ഞ് പൈനാപ്പിൾ കഷ്ണമാക്കിയിട്ട് അതിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിൻ്റെ അകത്തോട്ട് ഒരു ഫുൾ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് വെച്ചേക്കണം. അതിനുശേഷം അത് നല്ലപോലെ മിക്സ് ചെയ്ത് വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വാഴയില വെച്ച് അതൊന്ന് മൂടി വെക്കണം. ഒരു 5-10 മിനിറ്റ് അതൊക്കെ ഒന്ന് മൂടി വെക്കണം. എന്നിട്ട് അതൊന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിട്ട് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അത് വീട്ടിലുണ്ടാക്കിയ ബയണീസും പിന്നെ അതിൻ്റെ കൂടെ കട്ട് തൈരും കൂടെ കൂട്ടി കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബയണീസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പുറകെ നിന്നിടാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്.